നിങ്ങളിപ്പോൾ ബ്രാൻഡ് ന്യൂ ആയിട്ടൊരു ബൈക്ക് മേടിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബൈക്കിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഫോക്സ്. ഇതിപ്പോൾ ഏതൊരു ബ്രാൻഡിൻ്റെ വണ്ടിയാണെങ്കിലും ഫ്രണ്ട് ഫോക്സ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഈ ഒരു USD ഫോക്സ് വരുന്ന വണ്ടികളിൽ എക്സ്പെഷ്യലി ഈ ഫോക്സ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഈ ഒരു ഫോക്സിൻ്റെ ഈ ഒരു ഏരിയയിൽ ഒരു ഡസ്റ്റ് ക്യാപ്പ് ഉണ്ട്. അതായത് പുറത്തുനിന്നുള്ള മണ്ണും പൊടിയൊന്നും ഉള്ളിൽ ഓയിൽ സീലിൽ തട്ടി ഈ ഓയിൽ സീൽ ഡാമേജ് ആവാതിരിക്കാൻ ഒരു ഡസ്റ്റ് ക്യാപ്പ് ഉണ്ട്. സ്റ്റിൽ നമുക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ അതിന് ഓഫർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫോക്ക് കവർ ഇട്ടിരിക്കുന്നത്. ഈ ഒരു കവറിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഈ ഒരു ഫോക്കിൻ്റെ ഈ ഒരു പൈപ്പിനെയും ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. മാത്രമല്ല ഒരുപാട് ഡസ്റ്റും പൊടിയും മണ്ണും ഒന്നും ഇതിനുള്ളിലേക്ക് പോകാതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളിത് നന്നായിട്ട് കെയർ ചെയ്യണം. അല്ലാതെ നമ്മളിത് ഒരിക്കൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളിത് മൈൻഡ് ചെയ്യാതിരുന്നാൽ, നിങ്ങൾ എവിടെയും പോകുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം വീണു അല്ലെങ്കിൽ മഴ പെയ്ത് നനഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ പൊടിയും മണ്ണും ഇത് തന്നെ അട്രാക്റ്റ് ചെയ്യും. അത് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ഇത് ഈ ഒരു ഭാഗത്തൊരു ഡെപ്പോസിറ്റ് ആയിട്ട് പിന്നെ അത് തുരുമ്പായിട്ട് മാറി അത് പിന്നെ കൂടുതൽ പണിയാവും. നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലീൻ ചെയ്യണം. ഇതിവിടെ ജസ്റ്റ് ഒരു കേബിൾ ടൈ വെച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ഇതും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇവിടെയും നന്നായിട്ട് ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇത് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മളിത് വീണ്ടും എടുത്തിടുക. അല്ലാതെ നമ്മളിത് ഒരുക്കി ഇട്ടു എന്ന് പറഞ്ഞ് ഇത് ഊരാതിട്ടിരുന്നാൽ അത് വീണ്ടും പ്രശ്നമാവും. പക്ഷേ ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. നമ്മുടെ ഫോക്സിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ഇന്നർ ട്യൂബ്, ഈ ഒരു ട്യൂബും നമ്മൾ അത്യാവശ്യം എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. കാര്യം ഇതിൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഇങ്ങനെ കാലക്രമേണ വന്ന് അവസാനം ആ ഒരു ഓയിൽ സീൽ നമ്മൾ വെച്ചാലും നമുക്ക് മൈന്യൂട്ടായിട്ട് ലീക്ക് വരുന്ന അവസ്ഥകളിലോട്ടൊക്കെ പോകും. കാര്യം ഈ ഇന്നർ ട്യൂബിൽ ഒരുപാട് മണൽത്തരിയൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്ക്രാച്ചുകളായിട്ട് മാറും. വലിയ സ്ക്രാച്ചായിട്ട് മാറുമ്പോഴത്തേക്കാണ് ആ ഒരു പ്രശ്നം വരുന്നത്. സോ എല്ലാവരും നിങ്ങളുടെ ബൈക്കിൻ്റെ ഫോക്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കെയർ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ബൈക്കിൻ്റെ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫോക്സിലൊക്കെ ഡാമേജ് ആയി ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ കെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാമേജ് ആയി പോകും. ഞാൻ ഈ ഒരു ഇന്നർ ട്യൂബും ഈ ഒരു ഏരിയയും ക്ലീൻ ചെയ്യാൻ ഞാൻ WD-40 യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ ജസ്റ്റ് കുറച്ച് മൈക്രോ ഫൈബർ ക്ലോത്തിലോട്ട് സ്പ്രേ ചെയ്തിട്ട് ഫുള്ളൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇത് പിന്നെ ഞാൻ ഒരു ദിവസത്തേക്ക് അങ്ങ് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഫുള്ളും വീണ്ടും ഒന്നും കൂടെ കംപ്ലീറ്റ് തുടച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഇതെല്ലാം എടുത്ത് വീണ്ടും ഇടുന്നതാണ് ഞാൻ ചെയ്യുന്നൊരു പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും ബെറ്ററായിട്ട് എന്തെങ്കിലും ഫോക്സ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള വേറെ എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും അത് ഉപകാരമായിട്ട് മാറും.